ടിക്കറ്റ് എടുത്ത് കൈ പിടിക്കൂ. ആ ടിക്കറ്റ് 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 ടിക്കറ്റ്. ഹലോ ഹലോ ടിക്കറ്റ് 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 ടിക്കറ്റ്. ആ അടുത്തത് അടുത്തത്. സാറേ ഇവിടെ ഇരുന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ല. അവനെ പിടിച്ചാ അവിടെ വയ്ക്കേ. ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എന്ത് പറ്റി? എന്റെ ടിക്കറ്റ് കാണുന്നില്ല. ആ ടിക്കറ്റ് 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 ടിക്കറ്റ്. ആ അടുത്താൾ അടുത്താൾ. ആ ആ ആ ആ എവിടുന്നാ കയറി? ഓക്കെ ഓക്കെ. ടിക്കറ്റ് ആ ടിക്കറ്റ് 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 എടുത്തായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എന്തോ ഇവിടെ മിസ്സായി പോയി. എന്ത് എന്ത് പുതിയ തട്ടിപ്പോയി ഇറങ്ങിയിരിക്ക? തട്ടിപ്പോ? ഞാൻ വേണേ ഫൈൻ അടയ്ക്കാം. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാ നീ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങടാ നീ പുറത്തേക്ക്. ഷർട്ടീനെ എടുത്തേ, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാൻ ടിക്കറ്റ് എടുത്താന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് തുടങ്ങണം. ഇറങ്ങടാ ഞാൻ വേണേ ഫൈൻ അടയ്ക്കാം. അടക്കണ്ട, നീ ഇറങ്ങി പോയി. ഇറങ്ങടാ പുറത്തേക്ക്. ഞാൻ ഫൈൻ അടയ്ക്കാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങടാ പുറത്തേക്ക്. ദേഹത്തൊന്നും എടുക്കാൻ കണ്ടാലേ അറിയാച്ച ഒരു പച്ച പാവം പെൺകുട്ടി. അത് എന്നോട് പറഞ്ഞ പോലെ ഒരാ പെൺകുട്ടിയോടാ പറഞ്ഞെങ്കിലോ? ഇതെന്താ അച്ഛാ ആർക്കും ആരെയും വിശ്വാസം ഇല്ലാത്തത്? അതിനാദ്യം നമ്മൾ ശരിയായിരിക്കണം. 2 10 രൂപ ടിക്കറ്റ്. 2 10 രൂപ ടിക്കറ്റ്. നീ എന്തിനാണ് 2 ടിക്കറ്റ് എടുത്തത്? അഥവാ ഒന്ന് പോയാലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടാവണമെന്ന് അച്ഛനല്ലേ പറഞ്ഞേ? ആ ബെസ്റ്റ്. എന്നിട്ട് നീ ആ കുട്ടിയോട് എന്തെങ്കിലും മിണ്ടിയോ? നല്ല കഥയായി. അവളെ കാണുമ്പോഴേ എൻ്റെ ഹാർട്ട് പടപടാന്നിടിക്കാൻ തുടങ്ങും. ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്ന് വയറാകെ എരിയാൻ തുടങ്ങും. തല കറങ്ങുന്ന പോലെ തോന്നും. വിയർക്കും. ഒരു കാര്യം പറയട്ടെ? എന്തടാ? ഒന്നിന് പോകാൻ വരെ തോന്നു വച്ചാ. കഷ്ടം. 3 വെള്ളൂർ ജംഗ്ഷൻ. അച്ഛാ ദേ വരുന്നു. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. അച്ഛൻ എനിക്ക് ഒന്നിനു കിട്ടുന്നു. നീ പോടാ അവിടെ. വെള്ളൂർ ജംഗ്ഷൻ. മോളെ ടിക്കറ്റ് എടുക്കണ്ട. മോളുടെ ടിക്കറ്റ് ഞാനെടുത്തു. മോളുടെ ടിക്കറ്റും കൂടി ചേർത്ത് ഞാനെടുത്തു. ബാ ഇവിടെ ഇരിക്ക്. മോള് പേടിക്കണ്ട, ഞാൻ ഇവൻ്റെ അച്ഛനാ. ഇങ്ങ് വന്നേ. ബാ ഇങ്ങോട്ട് വാ. മോളുടെ പേരെന്താ? സൈറ ബാനു. ഏ സൈറ ബാനു. അച്ഛൻ നമുക്ക് ഇറങ്ങാം. ഉപ്പ എന്ത് ചെയ്യുന്നു? വെള്ളൂർ ജംഗ്ഷനിലെ ചായക്കടയാ. സുലൈമാനിക്കട മോളാ? നീ ഇവനറിയോ? ബസ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാനവിടെ ന്യൂസ് പ്രിന്റിലാണ് ജോലി ചെയ്യുന്നത്. ക്വാർട്ടേഴ്സിലെ താമസം. വീട് വരെ വരികയാണെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. എന്തോന്നും മിണ്ടാത്തത്? അതിന് ഇവനൊന്നും പറയുന്നില്ല അങ്കിളെ. നീ മിണ്ടാൻ റെഡിയല്ലേ? യാ. എന്തിയാ? ഒരിക്കൽ ഞാൻ നിന്റെ അടുത്ത് മിണ്ടാൻ വന്നതാ. അപ്പൊ നീയല്ലേ വലിയ ആളായിട്ട് മോൻ തിരിച്ചു കളഞ്ഞത്? അല്ലാതെ പിന്നെ ഈ നെളിച്ചു കാട്ടിയേക്കണം എപ്പോഴും. നീയല്ലേ ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കേണ്ടത്. ഞാൻ നിന്നോട് ഒരു തവണ മിണ്ടിയതാണല്ലോ. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അതപ്പോ? കഴിഞ്ഞ മാസം 12-ാം തീയതി വൈകിട്ട് 3:30 മണി സമയം. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? അയ്യോ, ഞാനത് ചീത്ത വിളിച്ചെന്നാ കരുതിയേ. അത് ശരി.
നിന്നോട് ഞാൻ കണ്ണുകൊണ്ട് വന്നിരിക്കാൻ കാണിച്ചത് നിനക്ക് ചീത്തവിളിയായിട്ട് തോന്നിയില്ലേ? മിണ്ടുവാണെങ്കിൽ വാ തുറന്ന് മിണ്ടണം, അല്ലാതെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മിണ്ടാതെന്നാ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. നീ എന്തിനാ കൈ ചൂണ്ടി സംസാരിക്കുന്നേ? കൈ ചൂണ്ടിയാൽ എന്താ? ഞാനും ചൂണ്ടും. ചൂണ്ടിക്കോ, പക്ഷെ ദേഷ്യം വന്നാലേ തലക്കിട്ടൊരെണ്ണം തരും. ഓ പിന്നെ, അപ്പൊ എന്റെ കൈ വെറുതിരിക്കാൻ പോലെ ഞാനും അങ്ങോട്ട് ഒരെണ്ണം തരും. കാണാം. ആ കാണാം.